ആ അമ്മയുടെ കണ്ണിൻ്റെ ഫോട്ടോ എടുക്കുന്നില്ല. അവൻ എന്തുവാ മൊബൈലുകാരൻ വന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയാൽ ഒക്കുന്നില്ല. പിന്നെ കണ്ണിൻ്റെ ഫോട്ടോ ഇവൻ വന്ന് എന്തുവാ എൻ്റെ പേരെന്തുവാ, വേറെ ഗ്യാസുകാരൻ വന്ന് അമ്മയുടെ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തോണ്ട് പോവാ. കണ്ണിൻ്റെ ഫോട്ടോ ഇങ്ങനെയുള്ള കാര്യത്തിന് എടുത്തല്ല, അത് ഗ്യാസുകാരനും ആ മൊബൈലുകാരനും അവനെ വന്നുള്ളൂ, മൊബൈൽ കടക്കാരനും, അല്ലാതെ വേറെ ആരും ഇവിടെ വന്നില്ല. അമ്മയുടെ മൊബൈലിൽ ചീത്തയായപ്പോഴേ മൊബൈൽ എന്തുവാ സിമ്മിനോ ഏതാണ്ട് റെഡിയാക്കാന്ന് അമ്മ മറന്നുപോയി. ഈ ഓലവെട്ടിയിലുള്ള കടക്കാരൻ വന്ന് എന്തുവാ ഫോട്ടോ എടുക്കാൻ നോക്കി വെച്ച് പിന്നെ നമ്മൾ വൈകിട്ട് പോയത്. അത് നമ്മുടെ വസ്തുവും വകയൊക്കെ ഇങ്ങനെ എന്തുവാ മോട്ടിക്കാനായിട്ട് കുറേ കഥകളുണ്ടാക്കുക. എന്തെല്ലാം കഥകളാന്ന്. 10 ലക്ഷം കൊടുത്തു, മറ്റേത് കൊടുത്തു. എവിടാ 10 ലക്ഷം? നമ്മുടെ ബാങ്കിൽ വരത്തില്ലേ 10 ലക്ഷം കൊടുത്തു പോലും. എന്താ 10 ലക്ഷമാ? ഇവിടെ കാലശേഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് എനിക്കുള്ളതല്ല, അത് വേറെ ആർക്കും ഉള്ളതല്ല. ഇല്ല ഇല്ല, അല്ല അമ്മയുടെ കാലശേഷം എനിക്കുള്ളതാണ് പ്രമാണത്തിലുണ്ടല്ലോ, അത് വേറെ ആർക്കും എടുക്കാനൊക്കത്തില്ല. കാലശേഷം എങ്ങനെ പോയാലും വിളിച്ചോണ്ട് പോയി ഇനിയും കള്ളയൊപ്പും തള്ളവരലൊക്കെ പതിപ്പിച്ചാലും എടുക്കാനൊക്കത്തില്ല. ആരെങ്കിലും വിളിച്ചോണ്ട് പോയി അതാ ഇല്ല. അല്ല ഇന്നാളെ തൃശ്ശൂരേ പോയുള്ളൂ, ഇറങ്ങും പോയില്ല. അവർ കൈകളിലും അവിടെ കൊണ്ട് തന്നെ അത്ര താമസിച്ചു. പിന്നെ എന്നെ അമേരിക്കയെ കൊണ്ടുവിട്ടു. അവിടെ കാര്യങ്ങളോട് അമേരിക്കയെ കൊണ്ടുവിട്ടേക്ക് വണ്ടിക്കൂലി തന്ന വണ്ടിക്കൂലി കൊണ്ടുവിട്ടു. അവരോട് പറഞ്ഞിട്ടില്ല. അവർക്കൊന്നും കാര്യത്തില്ല. അല്ല എന്തെല്ലാം കഥകളാണ്. സ്വാമി കമ്പിവടിയും കൊണ്ട് അടിക്കാൻ വന്നു. പിന്നെ നമ്മൾ എന്തുവാ ഈ കുരുടൻ്റെ കയ്യിൽ 5 ലക്ഷം എവിടുന്ന് 5 ലക്ഷം കൊടുത്തു. ഇവനാരാ ഇവിടുത്തെ? ഇവനാരാ? നമ്മളറിയാത്ത കഥകളൊക്കെ എന്തോ ഇത്. ആളുകൾ ഇങ്ങനെ കഥ ഉണ്ടാക്കുന്നു. ഇവനെ നമ്മളെ കുറിച്ച് കഥ ഉണ്ടാക്കാൻ ഇവനൊക്കെ ആരാ? ചുമ്മാ ഇരുന്ന് കഥകൾ ഉണ്ടാക്കുക കുറെ അമ്മാരോളുമാരും. ഇങ്ങനെ കഥ പറയും. എന്തോ 10 ലക്ഷം മാളൂന് കൊടുത്തു. മാളു ചോദിക്കുന്നേ ഇപ്പം എൻ്റെ കിട്ടിയിട്ടുണ്ട്. ഇല്ല എന്താണെന്ന് അവിടെ എഴുതി ചോദിക്കുന്നു വാട്സപ്പിൽ കൂടെ. തെളിവുണ്ട്, തെളിവുണ്ടാക്കിയാൽ വെച്ചിട്ടുണ്ട്. തനി എന്തുവാ അനാവശ്യം തന്നെ പറയുക. എൻ്റെ വസ്തു ഒന്നും എനിക്ക് വിൽക്കേണ്ട കാര്യമില്ല. എന്തുവാ ഈ ഭരണിക്കാവ് വില്ലേജിലുള്ള ഒന്നും വെക്കേണ്ട കാര്യമില്ല. 1 സെന്റ് പോലും വിൽക്കണ്ട. ഇല്ല എനിക്ക് വിൽക്കേണ്ട കാര്യമില്ല. വിൽക്കാൻ ആരോട്ടും പറയാനോട്ട് അവകാശമില്ല. അല്ല കുട്ടനെന്ന് പറയുന്ന അവനല്ലേ പറയുന്നത് കേട്ടിയോ അമ്മ ചാവുമ്പോ എല്ലാം വിൽക്കുമെന്ന്. അവൻ പറഞ്ഞു കേട്ടില്ലയോ? ഞാൻ ചാവുമ്പോ അമ്മ ചാവുമ്പോ എനിക്കെല്ലാം വിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് വല്ലാരിമംഗലത്ത് വസ്തുവുണ്ട്. അവനങ്ങ് പ്രഡിക്റ്റ് ചെയ്യുക. അവൻ എന്തൊക്കെയോ അങ്ങ് കാണുക, എന്തൊക്കെയോ അങ്ങ് മനസ്സിൽ കണക്ക് കൂട്ടുക. അവന് എന്തോന്നറിയത്തില്ല. ഇങ്ങനെ കണക്കൂട്ടൽ കണ്ടവരെ കുറിച്ചൊക്കെ അവൻ കണക്ക് കൂട്ടാൻ അവനാരാ? ഈ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ സൽപ്പവള്ളിയുടെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യം പറയേണ്ട കാര്യം എന്തോ? അമ്മ ചാവുമ്പോൾ ഞാൻ വിൽക്കുമെന്ന്. ഇവൻ എന്തെല്ലാം ആ മനസ്സിൽ കണക്ക് കൂട്ടുന്നു. ഇവൻ ആരാ എൻ്റെ വസ്തുക്കളെ കുറിച്ച് കണക്ക് കൂട്ടാൻ? ഇവൻ ആരാ? സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറയണം. അമ്മയും കൂടെ വരണം പറയാന്. എന്താ ഇത്? അല്ല ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. വേണ്ട, എനിക്കറിയാം പറയാൻ. ഞാൻ പറയാം. എന്തോ ഇത് ദിവസം തോന്നിയാസം പറഞ്ഞോ പിടിപ്പിക്കുന്നത്. മരിക്കുമ്പോ എനിക്കിതൊന്നും വിൽക്കേണ്ട കാര്യമില്ല. മരിക്കുമ്പോ എനിക്ക് ഇവനെ ഇവിടെ കേറ്റത്തില്ലല്ലോ. ഇവന്റെ കാലുമുട്ടി ഞാൻ വെട്ടും ഇവിടെ കാണാൻ കയറിയാൽ. ഇവന്
പിന്നെ ഇവൻ്റെ വീട്ടിൽ നിന്ന് ഒരെണ്ണം ഇവിടെ കയറാൻ സമ്മതിക്കത്തില്ല. പണ്ടും കയറിയിട്ടില്ല. നീ കുളിച്ചോ? കുളിക്കാൻ പോകും. അതുപോലെ എനിക്ക് പല്ലാരിമംഗലത്ത് 52 സെന്റ് സ്ഥലം കിടപ്പുണ്ട് വിൽക്കണമെങ്കിൽ വിൽക്കാൻ. അല്ലാതെ ഇവിടുത്തെ ഒന്നും വിൽക്കേണ്ട കാര്യമില്ല. അതൊന്നും അത് നമുക്കറിയാം. ആ. അത് വെള്ളം വിൽക്കാനുള്ള വേറെ കാര്യമൊന്നുമല്ല. ആ. വേറൊന്നും പറയേണ്ട കാര്യമില്ല. ആർക്കൊക്കെയോ നമ്മുടെതൊക്കെ സ്വത്തങ്ങ് വേണം. ആർക്കാണ്? വീരേന്ദ്ര സിംഗിനാണ്, അതോ മോഹൻ സിംഗ് ഇവനാ വീരേന്ദ്ര സിംഗിന് അങ്ങ് എന്തുവാ വെള്ളവും വെച്ചിരിക്കുകയാന്ന് തോന്നുന്നു. വീരേന്ദ്ര സിംഗിന് എല്ലാം കൂടെ അങ്ങ് എല്ലാവരുടെയും കൂടെ വേണോ? ആ. ആ. അവനങ്ങ് എന്തൊക്കെയോ വേണം, അങ്ങ് നടക്കുക, കഥയുണ്ടാക്കി. നമ്മൾ കരോ അടച്ച് നമ്മുടെ എല്ലാം കൂടെ അവനങ്ങ് എന്തോ അത്യാഗ്രഹമാണ് എല്ലാം കൂടെ അങ്ങ് ഏതാണ്ടെല്ലാം കൂടെ നടക്കുന്നത്. ഇവിടെ താമസിക്കാൻ അവൻ ആരാ? വീതം വെക്കുമ്പോ അങ്ങനാ. ഇപ്പം അവന് മോഹൻ സിംഗിന്റെ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുമോ? അവന് കൊടുത്തതിനകത്ത് അങ്ങനെ ഓരോ വീട്ടിലും വീതം കഴിയുന്ന തന്നെ ഇതാക്കും. ഇത് എൻ്റെ അച്ഛൻ വെച്ചതായതുകൊണ്ട് എൻ്റെ അച്ഛന് കിട്ടി. ഇത് എന്തോ ഇങ്ങോട്ട് കയറാൻ ഇവൻ എല്ലാവരുടെയും കൂടെ വേണോ? ഇവിടെ ഉള്ളതൊന്നും 17 സെൻറ്റും ഇതൊന്നും വിൽക്കാനുള്ളതല്ല. ഇതിൻ്റെ കൂടെയുള്ള 17 സെൻറ്റും ഇതൊന്നും ഒരിക്കലും വിൽക്കാനുള്ളതല്ല. വിൽക്കത്തുമില്ല. ആ എങ്ങനെ കഥകൾ പറയല്ലയോ? കഥകൾ ദിവസം അതുപോലെ നമ്മൾ നമ്മുടെ പെരക്കകത്തിരിക്കുമ്പോഴും കഥകൾ ഉണ്ടാക്കുക വലിയ ശല്യമാ. ആ എനിക്ക് വരട്ടെ. അവൻ കഥയുമായിട്ട് ഇങ്ങനെ വരിക കഥകള്.